നമ്മളിന്നൊരു മീൻ ഗ്രില്ല് ചെയ്യാനുള്ള പരിപാടിയാണ്. നട്ടർ എന്ന് പറയുന്ന മീൻ ഒരെണ്ണം നമ്മൾ മേടിച്ചിട്ടുണ്ട്. ഒരു 2 കിലോ മിച്ചമുള്ള ഒരു മീനാണ്. അതങ്ങനെ മേടിച്ച് ക്ലീൻ ചെയ്ത് റെഡിയാക്കി മേടിച്ചിട്ടുണ്ട്. അതൊന്ന് തുറന്ന് കാണിച്ചപ്പോൾ അതൊന്ന് തുറന്ന് കാണിച്ച്. ഈ രീതിയിലാണത് കട്ട് ചെയ്ത് മേടിച്ചിരിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് നമുക്ക് മസാലയൊക്കെ അതിൻ്റെ അകത്ത് ഉള്ളിൽ വരുന്ന പോലെ സെറ്റ് ചെയ്തിട്ട് നമുക്കത് ചെയ്യാം. അപ്പോൾ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ നോക്കാം. നമുക്കിനി കുറേ പരിപാടിയുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു അടുപ്പ് റെഡിയാക്കണം. നമ്മൾ ഗ്രില്ല് ചെയ്യുന്നതിന് നമുക്ക് വേണ്ട ചേരുവകളെന്ന് പറയുന്നത്, നമുക്ക് മസാല ഉണ്ടാക്കാനായിട്ട് നമുക്ക് വേണ്ടത് ഇഞ്ചി, വെളുത്തുള്ളി, ചെറുനാരങ്ങ, നമ്മുടെ ചെറിയ ഉള്ളി, അതുപോലെ പച്ച കുരുമുളക്, അതുപോലെ നമ്മുടെ കാന്താരി മുളക്, അതിൽ കാന്താരി പല ഇനത്തിലുള്ളതുണ്ട്, ചെറിയ ഉണ്ടമുളക്, അതുപോലെ തന്നെ നമ്മുടെ വലിയ വറ്റൽ മുളക്. ഇത്രയും സാധനം ചേർത്തിട്ടാണ് നമ്മൾ ഇതിൻ്റെ മസാല തയ്യാറാക്കാൻ പോകുന്നത്. നമ്മൾ ഫിഷ് നന്നായിട്ട് നമ്മൾ മാരിനേറ്റ് ചെയ്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, ഫ്രിഡ്ജ് വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് നേരം ഫ്രിഡ്ജ് വെക്കണം, നമുക്കത് മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെക്കണം. ഇപ്പം അപ്പാപ്പൻ നേരെ തീ കത്തിച്ച് അതിനുള്ള കനൽ റെഡിയാക്കുവാണ്. നമുക്ക് ഗ്രില്ല് ചെയ്യാനുള്ള കനൽ റെഡിയാക്കും. നമ്മൾ ഫിഷ് നേരെ നമ്മുടെ ഗ്രില്ലിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയാക്കി വെച്ചിട്ട് നേരെ അങ്ങോട്ട് വെക്കാമെന്ന് കരുതിയിട്ടാണ്. കനലിൻ്റെ അതങ്ങനെ നമ്മുടെ മീൻ അങ്ങനെ നല്ല വെന്ത് വരുന്നുണ്ട്. കനലിൽ ചുട്ട് കഴിക്കുക എന്ന് പറയുന്നത് നല്ലൊരു രസമുള്ള കാര്യം കേട്ടോ. നമ്മുടെ ഫിഷ് അങ്ങനെ നന്നായിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. നമ്മുടെ ഫിഷ് റെഡിയായത് അപ്പാപ്പനും മക്കളും കൂടെ കഴിക്കാൻ പോവാണ്. ജോഹാന, എങ്ങനെയുണ്ട്? ടേസ്റ്റ് ഉണ്ടോ? സൂപ്പറാണോ? എങ്ങനെയുണ്ട്? അങ്ങനെ അടിപൊളി ടേസ്റ്റാണ്. നമ്മുടെ സൂപ്പർ ആയിട്ട് നമ്മുടെ ഗ്രില്ല് ചെയ്ത് ഫിഷ് അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു. എല്ലാവരും ഒന്ന് ട്രൈ നോക്കൂ കേട്ടോ. നമുക്ക് ഇങ്ങനെയുള്ള കൊച്ചു കൊച്ചു സന്തോഷങ്ങളിലാണ് നമ്മുടെ ജീവിതം ഇരിക്കുന്നത്. വലിയ വലിയ സന്തോഷങ്ങൾക്കൊന്നും പുറകെ പോകുന്നതിനേക്കാളൊക്കെ എത്ര രസമാണെന്നറിയാം നമുക്ക് നമ്മുടേതായ ചെറിയ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. അപ്പോൾ എല്ലാവർക്കും ഇത്തരം നല്ല സന്തോഷങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.